കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഷോർട്ട് സർക്യൂട്ട് അപകടത്തിന് പിന്നാലെ ചില രോഗികളെ ഇന്നലെ തന്നെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ഇവരുടെ ആരോഗ്യനിലയിൽ ആശങ്കയില്ല എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. കോഴിക്കോട് ബീച്ച് ആശുപത്രിക്ക് മുന്നിൽ നിന്ന് മിഥില ബാലൻ തത്സമയം ചേരുകയാണ് ഈ മോർണിംഗ് ഷോയിൽ. മിഥില, ഗുഡ് മോർണിംഗ്. മിഥില, അവിടെ പ്രവേശിപ്പിക്കപ്പെട്ട രോഗികൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണോ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് എസ് കെ. നിലവിൽ ലഭ്യമാവുന്ന വിവരമനുസരിച്ച് കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുള്ള രോഗികളുടെ ഗുരുതരാവസ്ഥയിൽ ആരും തന്നെയില്ല. അടിയന്തര ചികിത്സ നൽകേണ്ട ആളുകൾക്കെല്ലാം തന്നെ ചികിത്സ നിലവിൽ നൽകുന്നുണ്ട്. 12 പേരെയാണ് ഇന്നലെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. അതിൽ 8 പേർ പുരുഷന്മാരാണ്, 4 പേർ സ്ത്രീകളാണ്. ഇന്നലെ നമ്മൾ കണ്ടതാണ് അവിടെ അത്തരമൊരു അപകടമുണ്ടായ സാഹചര്യത്തിൽ, പുക ഉയർന്ന സാഹചര്യത്തിൽ കാഷ്വാലിറ്റി വളരെ പെട്ടെന്ന് തന്നെ ഒഴിപ്പിച്ച ഒരു സാഹചര്യമായിരുന്നു. അടുത്തുള്ള ആശുപത്രികളിലേക്ക്, സ്വകാര്യ ആശുപത്രികളിലേക്ക് ഉൾപ്പെടെ ഇവിടെ നിന്നും ആളുകളെ മാറ്റിയിരുന്നു. അങ്ങനെ മാറ്റിയത് 34 ആളുകളെ, പ്രാഥമികമായ കണക്ക് പ്രകാരമാണെങ്കിൽ 34 രോഗികളെ ഇത്തരത്തിൽ വിവിധ ആശുപത്രികളിലേക്ക്, കാഷ്വാലിറ്റി ഇത്തരത്തിൽ അപകടമുണ്ടായ സാഹചര്യത്തിൽ 34 ആശുപത്രി, ബീച്ച് ആശുപത്രി ഉൾപ്പെടെ സമീപത്തെ സ്വകാര്യ ആശുപത്രികളിലേക്ക് ഉൾപ്പെടെ ഇവരെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാറ്റിയവരുടെ കണക്ക് മിംസ് ആശുപത്രിയിലേക്ക് മാറ്റിയത് 3 പേരെയാണ്. ഒപ്പം തന്നെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് മാറ്റിയത് 6 പേരെ. ഇക്ര, തൊട്ടടുത്ത് കുറച്ചുകൂടി അടുത്ത ആശുപത്രി ഇക്രയാണ്, അവിടത്തേക്ക് മാറ്റിയത് 8 പേരെയാണ്. ഇതിൽ 6 പേർ പുരുഷന്മാരാണ്, 2 പേർ സ്ത്രീകളാണ്. നിർമ്മല ആശുപത്രിയിലേക്ക് 2 പേരെ മാറ്റിയിട്ടുണ്ട്. കോപ്പറേറ്റീവ് സഹകരണ ആശുപത്രിയിലേക്ക് ഒരാളെ മാറ്റിയിട്ടുണ്ട്. ആ ഒരാൾ എന്നത് സ്ത്രീയാണ്. ഒപ്പം തന്നെ സ്റ്റാർ കെയർ ആശുപത്രി, അങ്ങോട്ട് 2 പേരെ മാറ്റിയിട്ടുണ്ട്. ഇത്തരത്തിൽ 34 രോഗികളെയാണ് ഇന്നലെ അടിയന്തര സാഹചര്യത്തിൽ മാറ്റിയത്. മന്ത്രി വീണ ജോർജ് ഇന്നലെ ഇറക്കിയ ഒരു പത്രക്കുറിപ്പിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അടിയന്തര സേവനങ്ങൾ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും മാറ്റുന്ന രോഗികളെല്ലാം തന്നെ ഇങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട്. ആ രോഗികൾക്ക് അടിയന്തര സേവനം, അവർക്ക് വേണ്ട എല്ലാ ചികിത്സയും ഇവിടെ ലഭ്യമാക്കും. മാത്രമല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ ഒരു സേവനവും ബീച്ച് ആശുപത്രിയിൽ ഉറപ്പാക്കിയിട്ടുണ്ട്. എസ് കെ. ഓക്കെ, മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്.